പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവെഴുത്തിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം എന്റെ 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഹല്ലേലൂയ. ന്യായാധിപനും വിധവയും തമ്മിലുള്ള ഒരു സംഭവമാണ് ഇവിടെ വായിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോയി എന്റെ ചരിത്രത്തിലേക്ക്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വളരെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ ഏറ്റവും മടുപ്പുളവാക്കുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ മറ്റെന്ത് കാര്യം ചെയ്യുന്നതിന് യാതൊരു മടുപ്പുമില്ല. എന്നാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മടുപ്പാണ്. പ്രാർത്ഥിപ്പം മടുപ്പ് ഉളവാക്കുന്നതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഉള്ളിലില്ലാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്തത് കൊണ്ട് പലപ്പോഴും പലർക്കും പ്രാർത്ഥിപ്പാൻ കഴിയാതെ അവർ ജൽപ്പനം ചെയ്യുന്നു. അവർ മടുത്തു പോകും, ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. മടുത്തു പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നിങ്ങളൊരു പ്രാർത്ഥന പോരാളിയായി മാറണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കണം. നിങ്ങൾ ശക്തമായി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതിനും തളർന്നു പോകാതെ ദീർഘസമയം പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു പ്രാർത്ഥന ഡയറി തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും ഓർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒരു ഡയറി എടുത്ത് അതിനകത്ത് എഴുതി വെക്കണം. ആ ഡയറിയിൽ എഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആ വിഷയങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ അത് കേട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഞങ്ങളുടെ പ്രാർത്ഥന ഓർത്തോളാം എന്നല്ല പറയേണ്ടത്. അങ്ങനെയാണ് മനുഷ്യൻ പറയുന്നത്. പക്ഷേ ആ വിഷയം അവരോട് വിശകലനമായി ചോദിച്ചിട്ട് അത് എഴുതി വെക്കണം, മറക്കുവാതിരിക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയയൊക്കെ വളരെ വളർന്നുകൊണ്ട് വാട്സപ്പ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ. അവരോട് പറഞ്ഞാൽ എന്റെ സഹോദര സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം, നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം നിങ്ങൾ എഴുതി നിങ്ങളെ വാട്സപ്പിലിട്ടാൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പം പ്രാർത്ഥന ലിസ്റ്റ് തന്നെ വേണം. പലർക്കും പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി പിന്നെ കാട് കയറി പോവുക. എന്തൊക്കെയാ അവർ പറയുന്നത്, എന്തൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാ ചെയ്യേണ്ടത് അവർക്കും അറിയത്തില്ല. എന്തൊക്കെയോ കലുവില വെച്ചങ്ങ് പോവുക. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സ്ഫുടത, സ്ഥിരത, അതിനെക്കുറിച്ച് ഉത്തരവാദിത്വം, ബോധ്യം, ആ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എല്ലാവരെയും അതുകൊണ്ടാണ് മടുത്തു പോകാതെ, തളർന്നു ക്ഷീണിച്ചു പോകാതെ, മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥന ഡയറി ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയണം എന്തെല്ലാം വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ദൈവികമായ ജ്ഞാനം ഉണ്ടാകണം. പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറിയും വേണ്ട. ആത്മാവ് നമ്മളോട് പറയും ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അപ്പം പ്രാർത്ഥന ഒരു ഒഴുക്ക്, വെള്ളം ഒഴുകുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഡയറി എഴുതി വെക്കണം. നല്ലൊരിക. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ആ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഡയറിയുമായിട്ട് വരണം. ഞാൻ പറഞ്ഞു അത് എടുത്ത് വെച്ച് നിവർത്തി വെച്ചിട്ട് നിങ്ങൾ എല്ലാ വിഷയങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കണം. സമയമെടുത്ത് പ്രാർത്ഥിക്കണം. നല്ലൊരിക. നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് വിഷയം പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒറ്റ പ്രാർത്ഥന, കർത്താവ് ഈ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 7 ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പണ്ടൊക്കെ 5 ഭൂഖണ്ഡങ്ങൾ പറഞ്ഞ പ്രാർത്ഥിച്ചുകൊണ്ടേ 2 ഭൂഖണ്ഡങ്ങളെ ദൈവമക്കൾ തന്നെ വെട്ടിക്കുറച്ചു. ഇപ്പൊ ചിലരൊക്കെ 7 ഭൂഖണ്ഡം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലേ? അങ്ങനെ പലർക്കും ഇന്നും പ്രാർത്ഥനയുടെ അടിസ്ഥാന സ്ഥിരത എന്തെന്നറിയാതെ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്തെന്നറിയാൻ കഴിയാതെ ഇന്നുമായിരിക്കുന്ന ദൈവമക്കളുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് നമുക്ക് ദൈവപ്രവർത്തനം പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നതിന് പിതാവ് നമുക്ക് നൽകി തരുമെന്ന. ഇന്ന് പലരും സഭയുണ്ടാക്കിയ നേതൃത്വത്തിന്റെ പേര് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കണ്ട്, എന്നെ ഈ ക്യാപ്റ്റൻ പദവിയിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ലീഡറിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയ പ്രസ്ഥാനം അടിസ്ഥാനപ്പെട്ട ആ പ്രസ്ഥാനത്തിന്റെ ലീഡറുടെ നാമത്തിൽ നന്ദി പറയുന്നു. ആ പ്രസ്ഥാനം ഒരു കൊടിയുണ്ട്. ആ കൊടിയുടെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ആ കൊടിയുടെ കീഴിൽ നിന്നുകൊള്ളാമെന്ന് കൊടിയുടെ നാമത്തിൽ സ്തോത്രം പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്
പരിശുദ്ധാത്മാവില്ലാത്ത, അഭിഷേകമില്ലാത്ത, ആത്മാവ് എന്തെന്നറിയാൻ കഴിയാത്ത, പ്രാർത്ഥന എന്തെന്നറിയാൻ കഴിയാത്ത ജൽപ്പനം ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട്. ചിലർക്ക് പിതാവ് മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവില്ല, പുത്രനായ യേശുവില്ല. അങ്ങനെയുള്ളതും ജഡിക ആരാധന. വേർപെട്ട കൂട്ടത്തിൽ ചിലർക്ക് പരിശുദ്ധാത്മാവില്ല, അഭിഷേകമില്ല, അവർ അന്യഭാഷയെ വിശ്വസിക്കുന്നില്ല. അവർക്കും അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന ജഡികമാണ്. ചിലർ യഹോവയായ ദൈവം മാത്രം രാജാവെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. പിതാവും പുത്രനും വേണ്ട. അങ്ങനെയുള്ളവരും അല്ലെങ്കിൽ സ്വന്തം മനസ്സായിട്ട് ചുവട് വെച്ച് വിവാഹം വിലക്കി മറ്റുള്ള തങ്ങളെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടവരും ഈ വേർപെട്ട കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ അല്ലെങ്കിൽ. എന്നാൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, യേശു പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവനായിരുന്നു. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ മറിയയുടെ ഉത്തരത്തിൽ ജനിച്ചു. അല്ലെങ്കിൽ 30 വയസ്സ് മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു. 30ാമത്തെ വയസ്സ് യോഹന്നാൻ സ്നാപകൻ സ്നാനമേറ്റ് അല്ലെങ്കിൽ ആത്മാവ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയതാ പരിശുദ്ധാത്മാവ്. 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു വിശദപ്പം പരീക്ഷകൻ അടുത്ത് വന്നവർക്ക് നീ ദൈവത്തിനെ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കാൻ. അപ്പൊ അതിനെ ജയിക്കാൻ കാരണം അപ്പൊ യേശു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന മത്തായി വിശേഷം 4 അധ്യായത്തിലും ലൂക്കോസ് 4 കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് സാത്താൻ യേശു ജയിച്ചത്? യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു. ആത്മാവിനെ നിറയപ്പെട്ടു. സ്നാനമേറ്റ ഉടനെ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു. എന്നെ കേൾക്കുന്നവരുടെ യേശുക്രിസ്തു പോലും ആത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനായിട്ടാണ് പ്രാർത്ഥിച്ചത്. പിന്നെ ഭൂമിയിലെ ചില സഭകൾ ആ സഭ ഉണ്ടാക്കിയ നേതാക്കന്മാരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ നിങ്ങളെയൊക്കെ നടത്തുന്നത് സാത്താനാ. നിങ്ങൾ എന്ത് തർക്കിച്ചാലും എന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച പ്രശ്നം എനിക്ക് ഈ സംഭവം വിളിച്ചു പറയണം. കാരണം സത്യമായിട്ട് തന്നെ വേണമല്ലോ. സത്യമായിട്ട് തന്നെ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കൊള്ളാമെന്നാണ്. നമ്മൾ ഈ കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സാക്ഷിക്കൂടിനകത്ത് കയറി നിൽക്കുക. സാക്ഷിയെ വിസ്തരിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ക്ലർക്ക് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം അല്ലെങ്കിൽ ഒരു വേദപുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ ആ ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയും ദൈവനാമത്തിൽ വേദപുസ്തകം സത്യമായിട്ട് ഞാൻ സത്യം തന്നെ ബോധിപ്പിച്ചു കൊള്ളാം. അപ്പൊ നമ്മൾ സത്യം ബോധിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി, നിങ്ങളുടെ ശത്രുവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലേരിയ നമ്മളെന്താ ശത്രുവിനെ എന്നേക്കുമായിട്ട് ശപിക്കുക ചെയ്യുന്നത്. അന്ന് ശത്രുവിനെ ശപിക്കുവാൻ യേശു പറഞ്ഞത്, യേശു എന്ന് പറയാം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേരിയ. അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, എന്നെ ഒരുപാട് ആളുകൾ ഉപദ്രവിക്കുന്നുണ്ട്. മാനസികമായി തകർത്തുവാൻ, ആത്മീയമായി തകർക്കുവാൻ, എന്റെ ജീവിതത്തിൽ ഇല്ലായ്മയെ, ശുശ്രൂഷയില്ലായ്മ, സഭയെ പോലും തകർത്ത് കളയാൻ വേണ്ടി വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറയുന്ന ദൈവമക്കൾ പോലും ഈ സഭയ്ക്കെതിരെ വലിയ പോരുകൾ നടത്തുമ്പോൾ അവർ എന്നെ ഉപദ്രവിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകത്തില്ല, പ്രതികാരം ചെയ്യാൻ പോകത്തില്ല, അവരോട് ചോദിക്കാൻ പോകത്തില്ല. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് പോലും ഞാൻ ചോദിക്കും. ഒരു വാക്കുപോലും ഇതുവരെ ചോദിച്ചില്ല. അപ്പൊ ശത്രുക്കളെ സ്നേഹിപ്പാൻ പറഞ്ഞ കർത്താവിന്റെ സന്നിധിയില് ഞാൻ അഭിഷേകത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് പറഞ്ഞ കർത്താവ് ഇവർക്ക് പരിജ്ഞാനം കൊടുക്കണം, ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവ് ഉണ്ടാവും. ഒരു ആത്മാവ് നിറഞ്ഞ അന്യഭാഷകൾ ചോദിക്കുക. എല്ലാം ആത്മാവല്ല കേട്ടോ. പെന്തക്കോസിനകത്ത് എല്ലാവരും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരല്ല, പകുതി ദുർഭൂതാത്മാവിനാൽ ആരാധിക്കുന്നവരാ. നല്ലൊരു ശതമാനം ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അഭിഷേകത്തിൽ നിറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾ അശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് ആരാധിക്കുന്നവരുണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ നമ്മുടെ മുറ്റത്ത് വളർത്തുന്ന കൊടിമുളക്, കുരുമുളക് ചെടി കണ്ടിട്ടല്ലോ. ആ കുരുമുളക് അതിൽ ഉണ്ടായി കഴിയുമ്പോൾ ആ മുളക് പറിച്ച് പഴുത്ത് കഴിയുമ്പോൾ ആ മുളക് പറിച്ച് ഉണങ്ങാൻ നമ്മൾ മുറ്റത്തിടും. ആ മുളക് ഉണങ്ങി വരുമ്പോൾ നല്ല കറുത്ത മുത്ത് പോലെ നല്ല തിളക്കമുള്ള, നല്ല രുചിയുള്ള, എരിവുള്ള നല്ല കുരുമുളക് മണി കിട്ടും. അപ്പോൾ തന്നെ നിങ്ങളുടെ മുറ്റത്ത് ഈ പപ്പായ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പപ്പായ പഴുത്ത് കഴിയുമ്പോൾ അത് നിങ്ങൾ മുറിച്ചു നോക്കുക. അതിനകത്തെ കുരു എന്ത് ചെയ്യും? നല്ല കറുത്തിരിക്കും. ആ കുരു കൂടെ നിങ്ങൾ വെയിലത്തിട്ട് ഉണങ്ങി രണ്ടും കൂടെ കുരുമുളകിനകത്ത് ഇട്ടാൽ കുരുമുളക് ഏതാണ്, പപ്പായയുടെ കുരു ഏതാണെന്ന് അറിയത്തില്ല. അല്ലേരിയ. രണ്ടും കറുത്ത നല്ല കറുത്ത നല്ല കരിക്കട്ട പോലെ നല്ല നിറത്തിലും ചോഹയിലൊക്കെ ഇരിക്കും. പക്ഷെ അതിനകത്ത് കുരുമുളക് ഏതാ, എരിവുള്ളത് ഏതാ, എരിവില്ലാത്തത് ഏതാ, കുരുമുളക് ഏതാ, പപ്പായുടെ കുരു ഏതാ തിരിച്ചറിയാൻ വയ്യാത്തതുപോലെയാണ് ഇന്ന് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭയ്ക്കകത്ത് ആത്മാവ് ഉള്ളവനാരാണ്, ആത്മാവ് ഇല്ലാത്തവനാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരുവിധ സാമ്പാർ ഒരുവത്തി കിടക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ബൈബിൾ പറയണം, മടുത്തു പോകാതെ എപ്പോഴും
കൂടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആത്മാവിൽ നിറയപ്പെട്ട് മനുഷ്യന്റെ നാമത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത്, നേതാക്കന്മാരുടെ നാമത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത്, വിശുദ്ധന്മാരുടെ നാമത്തിലല്ല, വിശുദ്ധകളുടെ നാമത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കേണ്ടത് യേശു കർത്താവിന്റെ നാമത്തിലാണ്. അല്ലേ? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. പ്രസ്ഥാനത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കരുത്. പ്രസ്ഥാനത്തിന് ചിഹ്നങ്ങളുള്ള ചിഹ്നത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കരുത്. മനുഷ്യൻ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചും വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചവരും വിശുദ്ധന്മാരും ഉയർത്തിയവരും ഒരു സ്ത്രീഹന്മാരോടും പ്രാർത്ഥിക്കരുത്. ഒരു സ്നേഹന്മാരുടെ മുമ്പിൽ നമ്മൾ തലമുണിക്കാൻ പാടില്ല. ആമി ക്രൈസ്തവ സമൂഹത്തോട് പറയട്ടെ, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ അതിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ 10 കൽപ്പന പഠിപ്പിക്കുന്നവരാണെങ്കിൽ, 10 കൽപ്പന നിങ്ങൾക്കറിയാമെങ്കിൽ, 10 കൽപ്പന നിങ്ങൾ പ്രമാണിക്കുന്നവരാണെങ്കിൽ, ആമേൻ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 20-ാം ദൈവം, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, മീതെ സ്വർഗത്തിലോ, 2-ാമത്തെ കൽപ്പന, മീതെ സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിനോട് ചരിക്കുന്ന യാതൊരു പ്രതിമയും ഉണ്ടാക്കരുത്. ഇതിനെ കൊണ്ട് കോട്ടി മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ രൂപഭാവം ഗുണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പഠിപ്പിച്ചാൽ നിങ്ങളിനുള്ളിൽ ആത്മാവുണ്ടാകത്തില്ല. ഇത് പുറപ്പാട് പുസ്തകം 20-ലും ആവർത്തന പുസ്തകം 5-ാം അധ്യായം 17 വായിച്ചാൽ ഇത് തന്നെ കാണാൻ കഴിയും. അല്ലെങ്കിൽ അതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിലായിരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ പിതാവ് പുത്രൻ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവിൽ കൂടെ നമുക്ക് ആ പ്രാർത്ഥന മറുപടി കിട്ടുവാൻ കഴിയും. അല്ല, ഇതൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ ഇതിലൊന്നും ചോദിച്ചിട്ടില്ല, എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുമെങ്കിൽ പിതാവ് പുത്രൻ മഹത്വം പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ. അല്ലല്ലോ, ഇതൊക്കെ നമ്മൾ വായിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശക്തരായ പ്രാർത്ഥന പോരാളികളായി മാറണം. ശക്തരായ പ്രാർത്ഥന പോരാളികളായി മാറണം. ആപാലവൃത്തം ജനങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടകൾ മുടക്കണമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ബന്ധുക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ സഹോദരങ്ങൾ ചിഹ്നഭിന്നമായി നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുമായിട്ട് കലഹമുണ്ടാക്കി ഉടക്കുണ്ടാക്കി നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം, നിങ്ങളുടെ അയൽവാസികൾ ശത്രുക്കളായിരിക്കാം. നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു പള്ളിയിൽ പോകുന്നവരാണ്, ഒന്നിച്ച് കുർബാന കാണുന്നവർ, ഒന്നിച്ച് സഭായോഗത്തിൽ പങ്കെടുക്കുന്നവരാണ്, ഒന്നിച്ചൊരു കല്യാണത്തിൽ കാണും, ഒന്നിച്ചൊരു വീട്ടിൽ താമസത്തിന് കാണും, ഒന്നിച്ച് വീട്ടിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷനും കാണും. പക്ഷെ തമ്മിൽ കണ്ട കീരിയും പാമ്പും പോലെ. എന്നിട്ട് പോയി പ്രാർത്ഥിക്കും. ആരോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ആ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ല കേട്ടോ. ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, തളർന്നു പോകാതെ പ്രാർത്ഥിക്കണം, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കണമെങ്കിൽ, മറന്നു പോകാതെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ഡയറി. അപ്പോൾ നിങ്ങളുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. അല്ലെങ്കിൽ പൗലോസിന്റെ പ്രാർത്ഥനയൊക്കെ അതായത് യേശുവിന്റെ പ്രാർത്ഥന കേട്ടോ. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ പ്രാർത്ഥന സമയത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് കഴിയുമോ? മരുമോൾക്ക് അമ്മായിയമ്മയെ അനുഗ്രഹിക്കണമെന്നും അമ്മായിയമ്മ മരുമോൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭവനമുണ്ടോ? അല്ലെങ്കിൽ ചേട്ടനനിയന്മാരും അനുജന്മാരും മക്കളും കൊച്ചുമക്കളും തമ്മിൽ ചിഹ്നഭിന്നമായി കുടുംബത്തിൽ എന്റെ കുടുംബത്തിന്റെ സഹോദര ശത്രുക്കൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വേണേ അവർ നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അവന് വരുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണിക്കണമേ, അവൾക്ക് വരുന്ന എന്റെ കണ്ണുകൊണ്ട് കാണിക്കണമേ, അവൾ എനിക്ക് ചെയ്തതിന് പകരമായി ദൈവമേ കൊടുക്കണം, അവൻ ചെയ്തതിന് പകരമായി കൊടുക്കണമേ, അവന്റെ തലമുറയോട് ചോദിക്കണമേ. ഹല്ലേലൂയ. അവന് മേൽ വെള്ളിടി വെട്ടണേ, അവരുടെ ഇടി വെട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില മാന്യന്മാരെ, ചില സ്ത്രീകളെ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചില വീട്ടിൽ സൂചന അറിയിക്കാൻ ചെല്ലുമ്പോൾ ചെന്നപ്പോൾ എന്നോട് പറയണ്ട, വാസേ അവർക്ക് ഇത് പോരാടി പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചോദിക്കണം. ഞാൻ പറയും, എനിക്കതിന് സമയമില്ല, എന്നെ അത് കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ തമ്മിൽ ശത്രുതയുണ്ട്, നിങ്ങൾ തമ്മിൽ പറഞ്ഞു തരണം. നിങ്ങളുടെ കോപം സൂര്യ അസ്തമിക്കുമ്പോൾ വെച്ചുകൊണ്ടിരിക്കരുത്. അകത്തുള്ള പ്രശ്നങ്ങൾ പുറലോകത്തെ അറിയിക്കാൻ അകത്ത് പറഞ്ഞ് പരിഹരിക്കണം. അതുകൊണ്ട് നിങ്ങൾ രമ്യതപ്പെടണം. അല്ലാതെ ഞാൻ അവരെ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഗോത്രമായി താമസിക്കുന്നത് കണ്ടിട്ട് ബിലെയാം ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വന്നെങ്കിൽ ബിലെയാമിന് ശപിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കാരണം അവരുടെ പെരുപ്പം കണ്ട്, അവരുടെ വർധനവ് കണ്ട്, അവർ ഗോത്രമായി താമസിച്ച ഐക്യത കണ്ട്, അവരുടെ നടുവിൽ ദൈവസാന്നിധ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ബിലെയാം പോലും ഭയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിലെ നമ്മൾ ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അബ്രഹാമിനോട് എന്താ ദൈവം പറഞ്ഞത്? അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ ഇരിക്കുന്നു: നിന്നെ അനുഗ്രഹിക്കുന്നവരെ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും.
അല്ലേരിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ശത്രുക്കളെ പോലും നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് ദോഷമായിട്ടൊരു വാക്കും പറയരുത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞ കർത്താവേ, ആ സഹോദരിക്ക് ഒരു മനസ്സാന്തരം കൊടുക്കണമേ, ആ സഹോദരന് മനസ്സാന്തരം കൊടുക്കണമേ, ദൈവത്തെ അറിയുവാൻ, ആത്മാവ് നിറയപ്പെടുവാൻ, മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കൃപ കൊടുക്കണമേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. അല്ലാതെ നീ മുടിഞ്ഞു പോകണം, നീ നശിച്ചു പോകണം, അവളോട് പ്രതികാരം ചെയ്യണമേ, അവനോട് പ്രതികാരം ചെയ്യണമേ, എന്റെ തലമുറയോട് ചോദിക്കണമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കത്തില്ല കേട്ടോ. അല്ലെ ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും പിതാവാ. കർത്താവിന് ആരും ശത്രുക്കളില്ല. അല്ലെങ്കിൽ ഭൂമിയിൽ കർത്താവിന് ശത്രുക്കളുണ്ട്, പക്ഷേ കർത്താവിന് ആരും ശത്രുക്കളില്ല. അല്ലേ? കർത്താവ് ആരുടെ ശത്രുവല്ല. കർത്താവിനെ സ്നേഹിക്കുന്നവരെല്ലാം അപ്പനും മക്കളും എന്ന് പറഞ്ഞ പോലെ ശത്രുക്കളെ ഭൂമി നമുക്ക് കാണാൻ കഴിയും. അത് അവരവരുടെ ജോലി ചെയ്യട്ടെ. അല്ലേരിയ. അപ്പൊ നിങ്ങൾ എന്തിനും മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്ലേരിയ. നിങ്ങളുടെ മാതാവിനെ, പിതാവിനെ, സഹോദരനെ, സഹോദരി, അയൽവാസികളുടെ സഭയെ, ദൈവത്തിന്റെ ദാസന്മാരെ, ആമേൻ, നിങ്ങളെക്കാൾ മുതിർന്നവരെ, ശ്രേഷ്ഠന്മാരെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിലെ അനുഗ്രഹ പ്രാർത്ഥനയാ. അല്ലേ? നിങ്ങളെ അനുഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലെ? നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ അവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് വേദപുസ്തകം മുഴുവൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം, ഒരു ന്യായാധിപനും വിധവയുടെ കഥയാണ് യേശു പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എന്താണ് മടുത്തു പോകാതെ പ്രാർത്ഥന ജാഗരിക്കുന്ന ആത്മാവിന് ഇവിടെ ഊന്നൽ കൊടുക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് ഊന്നൽ കൊടുക്കുക. ഇവിടെ പറയുന്ന ന്യായാധിപൻ നീതി നടത്തുന്നതിൽ താല്പര്യമില്ലാത്തവനാണ്. അപ്പോൾ ന്യായാധിപൻ, ഈ ലൂക്കോസിന്റെ 18 പറയുന്ന ന്യായാധിപൻ നീതി നടത്തുന്നതിൽ താല്പര്യമില്ലാത്തവനാണ്. എന്നാൽ വിധവയായ ഒരു സ്ത്രീ തനിക്ക് ന്യായമായി കിട്ടേണ്ട നീതി നടത്തി തരണമെന്ന് പലവട്ടം ഈ ന്യായാധിപനോട് അപേക്ഷിച്ചു. അല്ലേ? പലവട്ടം അപേക്ഷിച്ചു. എന്നാൽ അവളുടെ കൈവശം കൈക്കൂലി കൊടുക്കാൻ പണമില്ലാതിരുന്നത് കൊണ്ടായിരിക്കാം അവളുടെ ന്യായം പരിഗണിക്കപ്പെടാത്തത്. ഈ വിധവ, അവൾക്ക് മറ്റൊന്നുമില്ല, പരസഹായം ഒന്നുമില്ല, മറ്റാരുടെ കൈത്താങ്ങളൊന്നുമില്ല. അനീതിയുള്ള ന്യായാധിപന് മുമ്പിൽ വന്നപ്പോൾ അവളുടെ പ്രതിയോഗിയോട് നീതി നടത്തി കിട്ടാൻ വേണ്ടി ഈ ന്യായാധിപന് കൈക്കൂലി കൊടുക്കാൻ ഒരുപക്ഷെ അവളുടെ കയ്യിൽ ഇല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവളുടെ വിഷയത്തിനകത്ത് യാതൊരു പരിഗണനയും ഈ ന്യായാധിപൻ കൊടുക്കുന്നില്ല. അനേക ദിവസങ്ങളിലെ അവളുടെ യാതനയ്ക്ക് ശേഷം അവൾ പ്രശ്നക്കാരിയായി മാറിയേക്കും എന്നുള്ള ഒരു ഭയം ഈ ന്യായാധിപനുണ്ടായി. അപ്പൊ ഇവളൊരിക്കലും അവൾ മാറുന്നില്ല. ഇവള് നിരന്തോറും ഈ ന്യായാധിപന്റെ ഇരിക്കൽ വന്നിട്ട് പറയുക, ആമേ, അങ്ങേ യജമാനനെ എന്റെ ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണം, എന്റെ പ്രതിയോഗിയുടെ പ്രതിക്രിയ നടത്തണം, എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല, അവരോട് പ്രതിക്രിയ നടത്തി എന്റെ പ്രശ്നം പരിഹാരം നൽകി തരണമെന്ന് നിരന്തോറും പറഞ്ഞിട്ട് ന്യായാധിപൻ കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവളുടെ നിരന്തരമായ ശല്യം മുഖാന്തരം ന്യായാധിപന്റെ ഉള്ളിൽ ഭയം വന്നു. ഹല്ലേലൂയ. ആമേൻ. അവൾ പ്രശ്നക്കാരിയായി തീർന്നു. അപ്പോൾ ന്യായാധിപൻ ഒടുവിൽ കാര്യം സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ദൈവശ്രീ പ്രാർത്ഥിക്കുന്നവന് ചിലപ്പോൾ വിവിധ കാരണങ്ങളെ കൊണ്ട് മറുപടി കിട്ടാൻ താമസം വന്നേക്കാം. അതാണ് ഈ ഭാഗം. നമ്മള് ഈ വിധവയ്ക്ക് മറുപടി കിട്ടാൻ താമസം വന്നതുപോലെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ഒരുപക്ഷെ ഉടനടി മറുപടി കിട്ടാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടേക്കാം, കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. അതോർത്ത് നീ ഭാരപ്പെടരുത്. നിന്റെ പ്രാർത്ഥന സ്വർഗം കണ്ടിട്ടുണ്ട്, പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചിട്ടുണ്ട്. നീ നിശ്ചയമായിട്ടും ആത്മാവിൽ നിറയപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനാണോ നീ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരും കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ വീടുകളിലൊന്നും പ്രാർത്ഥനയിൽ ഇപ്പം ഈ മൊബൈലിലൂടെ ഈ റീൽസ് ഉണ്ടാക്കുക. സഹോദരിമാരുടെയും കുഞ്ഞുങ്ങളുടെയും സഹോദരന്മാരുടെ എല്ലാം പണി റീൽസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കി അതെങ്ങനെ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട്, നിങ്ങൾ 10 രൂപ ഉണ്ടാക്കുന്നത്, ഞാൻ നിങ്ങളെ ഇന്ന് തെറ്റുകുറ്റങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു പങ്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് വേണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ ദൈവം തള്ളിക്കളയത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ സൗഖ്യമുണ്ടായി. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരിക്കും. നിസ്സാര പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയരുത്.
ലേലിയ. ഇപ്പം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയൊക്കെ നിന്ന് അവസാനം ശാരീരികമായ ബലഹീനത വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ യേശുവിനെ വേണ്ട, ആ പഴയതിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളും വിശ്വാസ സമൂഹത്തിലുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ തന്നെ അവിശ്വാസികളുണ്ട് കേട്ടോ. ഈ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു നിൽക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്, വിശ്വാസികളുമുണ്ട്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കണ്ടാലും ഒരു കുഴപ്പമില്ല, കണ്ടാലും ആർക്കും തിരിച്ചറിയത്തില്ല. എല്ലാം മറ്റുള്ളവർ, ഞാൻ പപ്പായുടെയും കുരുമുളകിന്റെ കാര്യം പറഞ്ഞ പോലെ ഒക്കെ പലരും അല്ലേരിയ ഒക്കെ അവിടെ നിൽക്കട്ടെ അല്ലേരിയ. അപ്പൊ നമ്മുടെ വിഷയത്തിൽ എപ്പോഴും പെട്ടെന്ന് മറുപടി കിട്ടണമെന്നില്ല, എന്നാൽ അല്പം താമസിച്ചാൽ നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന സഹോദരൻ, കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി താമസിച്ചാലും വലിയ ആ വിഷയത്തിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നീ ചോദിച്ച വിഷയങ്ങൾക്ക് താമസം വന്നു, ശരിയാ, പക്ഷെ നീ ചോദിച്ചതിനേക്കാൾ ഇരട്ടിയായി ദൈവം നിനക്ക് നൽകാൻ പോകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പി ലേഖനം വായിക്കുന്നാൽ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ജീവ കഴിയുന്ന ദൈവം നമുക്കുണ്ട്. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നീ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചതിനേക്കാൾ നിരച്ചതിനേക്കാൾ നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഒക്കെ ശ്രേഷ്ഠമായി മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു പോയി, മക്കൾ നഷ്ടപ്പെട്ടു, ആമിന്റെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ യോബ് തളർന്നില്ല, ക്ഷീണിച്ചില്ല. യോബ് ദൈവത്തിന് അടിയുറച്ചു വിശ്വസിച്ചു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അവന് നഷ്ടപ്പെട്ടു പോയ ആടുമാട് കന്നുകാലികളെല്ലാം ഇരട്ടിയായി കൊടുത്തു. അവൻ നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി, നഷ്ടപ്പെട്ടു പോയ 10 മക്കളുടെ സ്ഥാനത്ത് വീണ്ടും 10 മക്കളെ കൂടെ യോബിന്റെ ഭാര്യ പ്രസവിക്കേണ്ടി വന്നു. അപ്പൊ സ്വർഗത്തിൽ 10 മക്കളും ഭൂമിയിൽ വീണ്ടും 10 മക്കള്, എല്ലാം ഇരട്ടിയായിട്ട്. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, സഹോദരി, നീ ബിസിനസ്സിൽ തകർന്നവനാണോ? ബിസിനസ്സിൽ നഷ്ടപ്പെട്ടോ? ജീവിതത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ? കുടുംബം ദാരിദ്ര്യമാണോ? കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അനുഭവമാണോ? നിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, നിന്റെ ഭാവിക്കൊരു മാറ്റമില്ല, നിന്റെ വിവാഹം നടക്കാതെ, നല്ലൊരു വീടില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ കടക്കണിയിലൂടെ നീ കടന്നു പോവുകയാണ്. ഏതെങ്കിലും ശാരീരികമായ മരക രോഗത്താൽ നീ ബാധിക്കപ്പെട്ട് മനസ്സുകൊണ്ട് ഇരിക്കുന്ന വ്യക്തിയാണോ? ഇതുപോലെ ദൈവ അനുഭവം പറയുന്നു, നിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ്. നിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ്. പ്രൈസ് വിശ്വസിക്കുന്നു. അത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ യേശുവിനോട് വേണം പ്രാർത്ഥിക്കാൻ. ക്രൈസ്തവ സമൂഹം സകല വിഗ്രഹങ്ങളെ മാറ്റിക്കളയണം. ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവരെ എല്ലാം കൂടെ കൂട്ടി പറയട്ടെ, ക്രൈസ്തവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയാണോ അവൻ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ക്രിസ്ത്യാനിയുടെ ഇതര വിഭാഗങ്ങൾ വേർപെട്ടത് പെന്തക്കോസ് കൂട്ടമടക്കം അവർ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പെന്തക്കോസുകാർക്ക് വിഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ വിഗ്രഹമുണ്ട്. അല്ലേലിയ. അത് ഞാൻ വേണം ഇവിടെ പറയുന്നില്ല. അല്ലേലിയ. എന്നോട് വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുന്നതെന്ന്. അല്ലേലിയ. എല്ലാവർക്കും കുറച്ച് രഹസ്യവും പരസ്യവും ഒക്കെ ഉണ്ടെന്നേ. അപ്പം ദൈവമക്കൾ ഒരിക്കലും ക്രൈസ്തവ സമൂഹം ക്രിസ്ത്യാനികൾക്കും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കരുത്. അവർ യേശുവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മറ്റു സമുദായത്തിന്റെ അവരത് ചെയ്യട്ടെ, അവർ ചെയ്യുന്നതല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തുവിന്റെ പാത പിന്തുടരണം, അവന്റെ കാൽച്ചൂട് പിന്തുടരണം. ഹല്ലേലൂയ. അല്ലാതെ ക്രിസ്ത്യാനി മനുഷ്യനോടോ അല്ലെങ്കിൽ പ്രസ്ഥാനം ഉണ്ടാക്കിയ നേതാക്കന്മാരുടെ അടിസ്ഥാനം വിട്ടവരുടെ നാമത്തിലല്ല. ആ നാമത്തിന് വിലയില്ല. ഭൂമി മനുഷ്യനുണ്ടാക്കിയ എല്ലാ നാമങ്ങളും ഒരുപിടി ചാരമായി മാറുന്ന ഒരു ദിവസം കൊണ്ട് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം വായിച്ചു നോക്ക്. ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മെ നിലനിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നമ്മെ വീണ്ടെടുത്തൊരു ദൈവമുണ്ട്. നമ്മുടെ പാപത്തിന് പരിഹാരം തന്നൊരു ദൈവമുണ്ട്. നമുക്ക് ശുദ്ധീകരണം തന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ തന്നവനുണ്ട്. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവനുണ്ട്. കാണാൻ ആളല്ലെന്ന് തോന്നുമാറ് അവന്റെ ശരീരം ഉഴവുചാരം പോലെ ചാട്ടമാറ് കൊണ്ട് അടിക്കപ്പെട്ടു. അവൻ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു. അവന്റെ കൈകാലുകൾ കാരിരുമ്പാണിയാൽ അല്ലെ തറയ്ക്കപ്പെട്ടു. അവന്റെ മുഖത്ത് തൂപ്പി കണ്ണത്തടിച്ചു. അവന്റെ കൊലപാതകത്തിൽ ചതിയെന്നും ബെൽസെബൂലെന്നൊക്കെ വിളിച്ച് കളിയാക്കി. കടന്നു പോകുന്നവരെല്ലാം തലകുലുക്കിയവനെ പരിഹസിച്ചപ്പോഴും യേശു പറഞ്ഞൊരൊറ്റ കാര്യമാണ്, ഒറ്റ പ്രാർത്ഥനയെ കുറിച്ചിൽ കിടന്ന്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമനെ. അതെ, യേശു ക്രിസ്തു നമുക്ക് നൽകി തന്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ മടങ്ങി വരണം. യേശു പ്രാർത്ഥിച്ചതാരാണ്? പിതാവിനോട്. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിൽ. നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്? ഏത് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദര സൗരി, ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്നവർ പറഞ്ഞു, നിങ്ങൾ ഏത് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്?
ഏത് പിതാവിനോട് നിങ്ങൾ മധ്യസ്ഥം ചെയ്യുന്നത്? നമുക്ക് മധ്യസ്ഥൻ ഒരുവൻ മാത്രം, യേശുക്രിസ്തു. ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ ഏക മധ്യസ്ഥൻ യേശു മാത്രം. 1 ദിവസം 2 വായിച്ചത് കാണാൻ അറിയാമല്ലോ. എൻ്റെ ഒരു ഏക മധ്യസ്ഥൻ യേശുവാ, വേറൊരു മധ്യസ്ഥനില്ല കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരുകൾ, സ്വന്തക്കാരുടെ പേരുകൾ, ബന്ധുക്കളുടെ പേരുകൾ, നിങ്ങളുടെ സ്നേഹിതന്മാരുടെ പേരുകൾ, നിങ്ങളുടെ സഭയിലെ പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ പേരുകൾ, നിങ്ങളുടെ അയൽവാസികളുടെ പേരുകൾ, നിങ്ങളുടെ ദേശത്തെ പ്രമാണികളുടെ പേരുകൾ, നിങ്ങളുടെ ദേശത്തെ രാഷ്ട്രീയക്കാരുടെ പേരുകൾ, സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന പേരുകൾ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ പോലും പേരുകൾ എഴുതി വെച്ച് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊക്കെ ഒരു 10-25 വർഷം മുമ്പേ ഈ സകല മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ടൊക്കെ ജീവിച്ചൊരു കാലമുണ്ട്. ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. അങ്ങനെ ജീവിച്ച കാലം എനിക്ക് വേണ്ടി പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് സഹോദരി പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പാസ്റ്ററെ വിളിക്കുന്നത്, എനിക്ക് അങ്ങനെ വിളിക്കത്തില്ല. അന്നൊരു പാസ്റ്ററെ, ഞാൻ അന്ന് കുഞ്ഞായിരുന്നു. പാസ്റ്റർ റോഡിൽ നിന്ന് കല്ലൊക്കെ കുടിച്ച് തെറിയൊക്കെ പറയുമ്പോൾ ചീത്തയൊക്കെ വിളിക്കുമ്പോൾ ഈ പേടിയായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അന്ന് പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ദൈവം കേട്ടത്. പാസ്റ്റർ ഇങ്ങനെ അവസാനം ശരിയാകട്ടോ, എന്റെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കും, അടുത്തു പോകാതെ പ്രാർത്ഥിച്ച് അതിന്റെ പരമാണ് പ്രിയരി ഞാനൊക്കെ സുവിശേഷമായി നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ ശത്രുക്കളെ നീ ശത്രുവായിട്ട് കാണാതെ അവരെ മിത്രങ്ങളായി കണ്ടുകൊണ്ട് അവരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ആരോട്? യേശുവോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവരോട് പേരെഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കൃപയാൽ നിറയപ്പെട്ടവനാണ്. ഹല്ലേലൂയ. കൃപയാൽ നിറയപ്പെട്ട് നിന്നവനാണ് അപ്പോസ്തലനായ പൗലോസൊക്കെ കൃപയാൽ നിറയപ്പെട്ട് നിന്നവനാ, കൃപയുടെ ജീവിതം നയിച്ചവനാ, കൃപയുടെ മധ്യേ നിന്നവനാ, കൃപയിൽ നിറഞ്ഞവനാണ് പൗലോസൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ 2 തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവനെന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനും ഉറച്ചുവെയ്ക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ ആ ഉപനിധി സൂക്ഷിപ്പാൻ കേട്ടോ. അടുത്തത്, എന്നോട് കേട്ട വചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അതെ, ഈ ഉപനിധി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവ. അത് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ ഉപനിധി നമ്മൾ സൂക്ഷിക്കണം. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ക്രിസ്തുവാണ് പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്തത്. അല്ലെങ്കിൽ ക്രിസ്തു വെളിപ്പെടുത്തി ഈ അറിവ് നമുക്ക് ലഭിച്ചത്. അത് സുവിശേഷമാണ് താൻ പ്രസംഗിക്കുന്നതെന്ന് പൗലോസിന് മനസ്സിലായി. അതിന്റെ പേരിൽ തന്നെയാണ് താൻ തടവുകാനായത്. പൗലോസ് പറയാണ്, ഞാൻ പ്രസംഗിക്കുന്നത് സത്യസുവിശേഷമാണ്, ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ആ യേശു എന്ന ഉപനിധിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിയോഗപ്പെടുത്തിയിരിക്കുക. ആ പരിശുദ്ധാത്മാവിനാൽ എന്റെ ഉള്ളിൽ പകർന്ന ക്രിസ്തു എന്ന ഉപനിധിയെ എനിക്ക് സൂക്ഷിക്കണം. ആ തിരിച്ചറിവ് പൗലോസിന് വന്നു. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഞാൻ തടവുകാരനായത്. ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് പൗലോസ് തടവുകാരനായി. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെ, കർത്താവ് നാം ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി ഉണ്ടല്ലോ, അഥവാ നിത്യജീവൻ. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി, ആ നിത്യജീവനെ, ഹല്ലേലൂയ, ആ നിത്യജീവനാകുന്ന നിക്ഷേപം നഷ്ടമാകാതെ സൂക്ഷിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നിത്യജീവൻ, ആ ഉപനിധി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കും, രക്ഷകനായിരിക്കുന്ന കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. പിന്നെ ആ ദിവസം വരെ എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. ആ ദിവസം വരെ നീ ഒരു ഉപനിധി സൂക്ഷിക്കുന്ന കർത്താവിന്റെ പ്രത്യക്ഷത വരെ ആ ഉപനിധി സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതാണ് സ്തോത്രം. 2 ദിവസം 13-ാം വാക്യം പറയുന്നത്. ഹല്ലേലൂയ. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ള ഇന്ന് കർത്താവിന്റെ മധ്യാകാശം വരെ. അതുകൊണ്ട് എന്റെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് വേണം നീ പ്രാർത്ഥിക്കുവാൻ. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം അതിന് മറുപടി നൽകും. ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. അപ്പം ചിലരൊക്കെ ചോദിക്കും, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എങ്ങനെ അറിയാൻ പറ്റുമെന്ന്. പരിശുദ്ധാത്മാവിനെ അറിയാൻ പറ്റും. നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയണം. നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് ശുദ്ധീകരണം വരുത്തി, ദൈവം അറയ്ക്കുന്ന നിന്റെ ജീവിതത്തിലെ സകല പാപങ്ങളിൽ നീ നീക്കിക്കളഞ്ഞിട്ട് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ രക്ഷയുടെ അനുഭവം വരും എന്ന് പറഞ്ഞൊരു മാനസാന്തരം വരും. മാനസാന്തരപ്പെടുന്ന നീ
വിശ്വാസ സ്നാനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ സ്നാനത്തിന് വേണ്ടി നീ ആഗ്രഹിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് വേണ്ടി ആഗ്രഹിക്കും ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കും. അതിനേക്കാൾ എല്ലുപരി നീ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുവാൻ കാരണം തന്നെ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയപ്പെടണം. ഒരു പാപി ആ ദൈവസന്നിധി പ്രാർത്ഥിച്ചത് കേൾക്കത്തില്ല. പാപത്തിന് പരിഹാരം വരുത്തണം, പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനീതിയുടെ നിത്യജീവൻ കർത്താവ് യേശുക്രിസ്തു ഈ വചനമുണ്ടല്ലോ, അത് നമ്മൾ പരിശുദ്ധാത്മാവിനോ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം കർത്താവിന്റെ വരവ് വരെ. അപ്പം ജോർജ് മുള്ളർ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. ജോർജ് മുള്ളർ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. കുറിപ്പുകൾ എഴുതി വെച്ച് ആ പട്ടികയിൽ മാനസാന്തരപ്പെടാത്തവരുടെ പേരെഴുതുമായിരുന്നു. ജോർജ് മുള്ളർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ പ്രാർത്ഥന പേര്, അല്ലെങ്കിൽ താമെ രക്ഷിക്കപ്പെടാത്ത മാനസാന്തരപ്പെടാത്ത പേരുകൾ താൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കഠിന ഹൃദയമുള്ളവൻ, മദ്യപാനികൾ, മന്ത്രവാദത്താൽ ബാധിക്കപ്പെട്ടവർ തുടങ്ങിയവർക്കായി ജോർജ് മുള്ളർ ശക്തമായി പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അനവധി കഠിന ഹൃദയമുള്ളവരുടെ കഠിനമായ കല്ലുപോലെയുള്ള ഹൃദയം മെഴുകുപോലെ ഉരുകി അനേകർ യേശുവിലേക്ക് വന്നു. അനേകർ മദ്യപാനികൾ മാനസാന്തരപ്പെട്ടു. അനേകം മന്ത്രവാദത്താൽ ആഭിചാര ദുർമന്ത്രവാദ ദുർസേവകളാൽ സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഒരുപാട് ആളുകൾ യേശുവിലൂടെ രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പം താൻ പ്രാർത്ഥിച്ച കുറിപ്പുകൾക്ക് കർത്താവ് മറുപടി നൽകി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ, ആ കുറിപ്പുകളൊക്കെ പിന്നെ നമ്മൾ മായ്ച്ചു കളയരുത്. നിങ്ങൾ ഈ എഴുതി വെക്കാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ മറന്നു പോകാതെ നിങ്ങളുടെ ഉള്ളിൽ അതെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം ഡയറി ഉണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ ഡയറി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ആ ഡയറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ദിവസവും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു. ദിവസവും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു. അടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവരോട് ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പതുക്കെ തരത്തിൽ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവനെ അസഹ്യമാക്കുന്നുണ്ട്, ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ ഒടിയിൽ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന് പറയുന്നു. കേൾപ്പിൻ. ദൈവമോ അങ്ങനെയാണെങ്കിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി വിടുവിക്കും. ഈ അനീതിയുള്ള ന്യായാധിപൻ ഈ വിധവയുടെ വിഷയങ്ങൾക്ക് പ്രതിക്രിയയുള്ളത് മറുപടി നൽകുന്നെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പ്രതിക്രിയ നടത്തി വിടുവിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര, നീ ഒരു കൊടിയ പാപിയായിരിക്കാം, നീ ഒരു കൊടിയ തെറ്റ് ചെയ്ത്, നീ ഒരുപാട് തെറ്റുകുറ്റങ്ങൾക്ക് അത് വിധേയപ്പെട്ട വ്യക്തിയായിരിക്കാം. നിനക്ക് മറ്റുള്ള മുൻനിൽപ്പാൻ കഴിയാതെ, മറ്റുള്ള നിന്നെ മാനിക്കാതെ, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തി അകറ്റി നിർത്തി നിന്നെ തള്ളിക്കളഞ്ഞേക്കാം. നീ മനസ്സുകൊണ്ട് വേദനിച്ച് ദുഃഖത്താൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇന്ന് പകൽ നീ എത്ര കൊടിയ പാപം ചെയ്ത വ്യക്തിയായിരുന്നാലും ഇന്ന് പകൽ നിനക്ക് യേശുവിനോട് പറയാമോ, യേശുവേ എന്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകണമേ, എന്റെ പാപത്തിന് ശുദ്ധീകരണം നൽകണമേ, ആത്മാവിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ എന്ന് പറഞ്ഞ് നീ ദൈവത്തിന്റെ മുമ്പിലേക്ക്, കർത്താവിന്റെ മുമ്പിലേക്ക് വരുന്നെങ്കിൽ നിശ്ചയമായി നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിന്റെ പാപങ്ങൾ എത്ര കടുംചുപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് യശയ്യാപ്രവാചകൻ 1:18 വായിക്കുന്ന പോലെ നിന്റെ പാപങ്ങളെ മായിച്ചു, നിന്റെ നിന്റെ കുറവുകളെ നീക്കി യേശുവിന്റെ രക്തം നിന്നെ കഴുകി വെടിപ്പാക്കി ദൈവം നിന്റെ ഉള്ളിൽ ആത്മാവിനെ പകരാൻ ആഗ്രഹിക്കുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം കേട്ടോ. നിന്റെ എല്ലാ പ്രശ്നവും ഇന്ന് പകൽക്കാലം ഏതെല്ലാം വിഷയത്തിൽ നീ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്നു, അവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് നീ മാനസാന്തരപ്പെടുന്നെങ്കിൽ, നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ മനസ്സിനകത്ത് ഒരു വ്യത്യാസം വരുത്തുന്നെങ്കിൽ, നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുന്നെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്കും. ദൈവത്തിന് ജാതി വിഷയം ഏത് മതക്കാരന്, ഹിന്ദുവായിരുന്നാലും മുസൽമാനായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും പെന്തക്കോസുകാരായിരുന്നാലും ബുദ്ധമതക്കാരൻ ജൈനമതക്കാരനായിരുന്നാലും ഏത് വേഷമതക്കാരനായിരുന്നാലും ദൈവം നിങ്ങൾ കൈവിട്ട് കളയില്ല. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ആത്മാവിന്റെ അനുഭവത്തിൽ ദൈവം നിന്നെ നിറച്ചിട്ട് നിനക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകും. ദൈവം എല്ലാവരുടെയും ദൈവം. കണ്ണുകളച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകലിൽ ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ദൈവം കൽപ്പിക്കുകയാണ്. അനീതിയുള്ള ന്യായാധിപൻ ആ പട്ടണത്തെ വിധവയുടെ വിഷയങ്ങൾക്ക് പ്രതിക്രിയ നടത്തി കൊടുക്കാൻ മനസ്സിലാതെ പിന്നത്തേതിൽ ആ വിധവയെ ഭയപ്പെട്ട കർത്താവിയോട് വിഷയത്തെ പ്രതിക്രിയ നടത്തി കൊടുത്തതുപോലെ
ദൈവസൻ നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യത്തിൽ കർത്താവ് എത്രയും പെട്ടെന്ന് മറുപടി നൽകി തരുമെന്നുള്ള വിശ്വാസത്താൽ സകല ജനത്തെ ഒരുക്കുന്ന ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തയും വിവരത്തിലെ സംഗതിയും യാചകർ ഓർക്കുന്ന ചോളഞ്ഞു തലമുറയിലായി രാജ്യരാഷ്ട്ര തലമുറ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗം സയൻസ് എഞ്ചിനീയർ അടക്കമുള്ള സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സകല മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ ഭാരപ്പെടുന്ന വിഷയം ഏതോ, അവർ കണ്ണുയർത്തു പോകുന്ന വിഷയങ്ങൾ ഏതോ, അവർ സങ്കടപ്പെടുന്ന ഏത് വിഷയമാണോ ആ വിഷയം എടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, തളർന്നു പോകാതെ പ്രാർത്ഥിക്കുക, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥന മറന്നു പോകാതെ പ്രാർത്ഥിപ്പാൻ സകല ജനത്തെ ആത്മാവിൽ നിറയ്ക്കണമേ. ദൈവമക്കളെ, ദൈവദാസന്മാരെ ആമി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ സകല നീതി വെളിപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്.